എന്തോ എന്താ വിളിച്ച? എടി മോളെ, നിന്റെ ഭാവാഭിനയം കണ്ട ഉർവശി ചേച്ചി പോലും തോറ്റു പോവുമല്ലോ. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിന്റെ ഈ മധുരമുള്ള വിളി കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം മറന്നു. ഈ മനസ്സ എന്ത് പറ്റി? ഒരു പതിവില്ലാത്തൊരു സ്നേഹം. സുനിലേട്ടാ, നമ്മൾ തമ്മിലുള്ള റിലേഷനൊന്നും ഞാൻ മറന്നിട്ടില്ല. മരണം വരെ ഞാനതൊന്നും മറക്കേയില്ല. മറക്കാൻ പറ്റില്ലല്ലോ, അതിന്റെ തെളിവല്ലേ നമ്മുടെ കുഞ്ഞ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും സുനിലേട്ടൻ വിശ്വസിക്കില്ല. ആര് പറഞ്ഞു? എന്റെ മനസ്സ് കൂട്ടി പറഞ്ഞ പിന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കൂ? എങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യോ? ധൈര്യമായിട്ട് പറഞ്ഞു. താൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. പോരട്ടെ പോരട്ടെ, ഇന്ന് തന്നെ രണ്ടിനും ഞാൻ ശരിയാക്കി തരാം. പറമോടൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? സുനിലേട്ടൻ ഇവിടുന്ന് പോണം. ഇവിടെ നിന്ന് പോയാലും നമുക്ക് തമ്മിൽ കാണാലോ. പിന്നെന്താ? ഭയങ്കരി, ഞാൻ ഇവിടുന്ന് പോയാ തന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? എന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഞാൻ മരിക്കണം. ആ, എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല. തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനല്ലേ ഞാൻ ഇവിടെ വന്നത്. ചേടാ, പറഞ്ഞത് അബദ്ധമായല്ലോ. താനെന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞതിലും വല്ല തെറ്റുണ്ടോ? എന്റെ പ്രശ്നം സുനിലേട്ടൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതാ. ഈ ഒരു കാരണത്തിന്റെ പേരില് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സുനിലേട്ടൻ അറിയാലോ. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയെ കാണുന്നുള്ളൂ. സുനിലേട്ട പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സൂം ചെയ്തെടുക്കട്ടെ. സോറി മനസ്സ, നിന്നെ പിരിഞ്ഞു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. അതിനു വേണ്ടി നീ എന്നെ നിർബന്ധിക്കുകയും വേണ്ട. നീ എവിടെയാണോ അതാണ് ഇനി എന്റെ ലോകം. അയ്യടാ പാവം. അപ്പൊ ഞാൻ പറഞ്ഞ സുനിലേട്ടൻ കേക്കില്ല എന്നാണോ? ഇക്കാര്യത്തിൽ ഞാൻ തോറ്റു തരില്ല മാനസ. അങ്ങനെ ഇപ്പൊ നമ്മൾ രണ്ടിടത്ത് കഴിയണ്ട. എന്നാ പിന്നെ ഞാൻ ഇനി ഒരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി? എല്ലാവരുടെ ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോയേക്കാം. അയ്യോ എന്റെ പൊന്നെ, താൻ ഇതുപോലത്തെ വാക്കുകളൊന്നും പറഞ്ഞേക്കല്ലേ. അത് നമ്മുടെ കുഞ്ഞു കേക്കും. തൽക്കാലം എങ്ങനെയെങ്കിലും ഇവനെ ഇവിടുന്ന് ക്ഷമയോടെ പറഞ്ഞു വിട്ടേ പറ്റൂ. നമ്മൾ ചില നേരത്ത് പറയുന്ന വാക്കുകള് അറം പറ്റിയതുപോലെ ആയിത്തീരും. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇങ്ങനെ ജീവിക്കുന്നതിന് നല്ലത് അത് തന്നെയാ. സുനിലേട്ടാ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെയെങ്കിൽ തന്റെ തീരുമാനം തന്നെ നടക്കട്ടെ മനസ്സാ. തന്നെ എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അത് മഹാപാപം. പിന്നെ ഞാൻ എന്നേക്കുമായി വനവാസത്തിന് പോകും. തൽക്കാലം ഇത്രയും മതി മോളെ നിന്റെ കള്ളക്കളി പൊളിക്കാൻ.